പിള്ളേച്ച പിള്ളേരെ കടികാടിച്ചത്ത് പുറത്തേക്കിട്ട് കൊണ്ടുവന്നിട്ടുണ്ടേ ഒരു കാര്യം ചെയ്താലോ, തിരുവനന്തപുരത്തേക്ക് അത് വിളിച്ചു ചോദിച്ചാലോ. എം എൻ നമ്പ്യാർ മുതൽ കലാം പിന്നീട് ചെയ്തുകൊണ്ടിരുന്ന വിനീത് ശ്രീനിവാസനാണ്. വിനീത് ശ്രീനിവാസന് രൂപം കൊണ്ട് അങ്ങനെ തന്നെയാണെന്നുള്ള രീതിയിലേക്ക് വന്നപ്പോഴത്തേന് പിന്നെ ആ ഒരു രീതിയിലേക്ക് അങ്ങ് പോയി. ഇപ്പോൾ ഞാൻ എൻ്റെ ബ്രാൻഡിൽ തന്നെ ചെയ്യുന്നുണ്ട് വെട്ടിയാർ കത്തി എന്ന് പറയുന്ന സാധനം. അപ്പോൾ അതിനിപ്പോൾ അത്യാവശ്യം ഓർഡറുണ്ട്. വെട്ടിയാർ കത്തിക്ക് ഇപ്പോൾ അത്യാവശ്യം ഓർഡർ ഓടി തുടങ്ങി. പിന്നെ ചുണ്ട് വളഞ്ഞിട്ട് നമ്മുടെ തമിഴ് സിനിമയിൽ കാണുന്ന കൊടുവാളില്ലേ, കൊടുവാളിൻ്റെ ഏറ്റവും ചെറിയ മിനിയേച്ചറാണ് ഈ പാലാക്കത്തിയുടെ ഷേപ്പ്. അപ്പോൾ അത് നമ്മൾ വീട്ടാവശ്യത്തിന് വിറകെട്ടാനും തേങ്ങ പൊതിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്. കെട്ടപ്പെട്ട് തുടച്ച ബിസിനസ്സൊക്കെ ഇപ്പോൾ വളരെ കുറവാണ്. എസ്റ്റേറ്റിലേക്ക് പോകണം, തോട്ടത്തിലെ കാര്യങ്ങൾ നോക്കണം. ഇനിയിപ്പോൾ പുതിയതായിട്ട് ഒരുത്തരെ കൂടെ വിളിച്ച് കൂട്ടം നിർത്തി കഴിഞ്ഞാൽ അവരുടെ ചിലവ് ചാത്തട്ട് നോക്കണോ? നാദിർ ഷാക്കെ പോലെയുള്ള വളരെ സൗമ്യനായിട്ടുള്ള ആളുകളെ തിരിച്ചറിയാൻ കഴിയുന്ന സഹായിക്കുന്ന ആളുകളാണ് ഇപ്പം മായയുടെ നേതൃത്വത്തിലുള്ളത്. എപ്പോഴെങ്കിലും നാദിർ ഷാക്കെയൊക്കെ സമീപിച്ചിട്ടുണ്ടോ? ആദ്യകാലങ്ങളിൽ ഇവിടെ എന്നെ വളർത്തിയത് എൻ്റെ നാട്ടിൽ വെട്ടിയാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇതേപോലെ ടാർപ്പയുടെ കീഴിലാണ് ആദ്യത്തെ സ്റ്റേജ്. ഞാൻ കോവിഡ് സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു 100-200ഓളം ചിത്രങ്ങൾ പെൻസിലിൻ്റെ തന്നെ ഷെയ്ഡ് വരപ്പ് ഇത്ര ആയുധം കൊണ്ട് ചെന്നാലും എതിരെ നിൽക്കുന്നതിന് അഭ്യാസം അറിയാമെന്നാണെങ്കിൽ അത് പിടിച്ച് മേടിച്ച് നമുക്ക് തന്നെ തരും. അപ്പോൾ കഴിവതും ഒരു വഴക്കിനോ സ്പർദ്ധയ്ക്കോ പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമസ്കാരം. മിമിക്രി വേദികളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു കലാകാരൻ്റെ അതിജീവനത്തിൻ്റെ കഥയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ജീവിക്കാൻ വേണ്ടി തൻ്റെ കുലത്തൊഴിൽ യാതൊരു മടിയും കൂടാതെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു യുവാവിൻ്റെ കഥ. ആ കഥ നമുക്കൊന്ന് നേരിട്ട് കാണാം. നമസ്കാരം. നമസ്കാരം. ഹരി എത്ര നാളായി ഈ ഒരു തൊഴിൽ തുടങ്ങിയിട്ട്? ഹരി ശരിക്കും ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നല്ലോ. പിന്നെ എങ്ങനെയാണ് ഈ ഒരു വഴിയിലേക്ക് വന്നത്? നമ്മൾ അതിനുശേഷം എനിക്ക് പന്തളത്തൊരു വർക്ക്ഷോപ്പുണ്ട്, വണ്ടിയുടെ പാച്ച് വർക്ക് പെയിൻറ്റിങ്, അങ്ങനെയുള്ളൊരു സ്ഥാപനമായിരുന്നു. അച്ഛൻ്റെ കാലം മുതലുള്ളൊരു നമ്മുടെ കുലത്തൊഴിലാണിത്. അപ്പോൾ അച്ഛൻ്റെ മരണശേഷം പിന്നെ അമ്മയ്ക്ക് ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ശാരീരിക ബുദ്ധിമുട്ടുകളായപ്പോഴത്തേന് പിന്നെ ഇവിടെ ആളില്ല എന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ പിന്നെ നമ്മുടെ കുലത്തൊഴിലേക്ക് അങ്ങ് മാറി. ഇപ്പോൾ വീടുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ തന്നെ ഇരുന്നുള്ള പണിയാണ്. ഇപ്പോൾ സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നുണ്ടോ? ഇപ്പം കുറേ കാലമായി, ഇപ്പോൾ ഒരു 4 വർഷമായിട്ട് വിട്ട് നിൽക്കുന്നത്, 4-5 വർഷത്തോളമായിട്ട് വിട്ട് നിന്നിട്ട് ഈ 5 വർഷമായിട്ട് നമ്മുടെ കുലത്തൊഴിലുമായിട്ട് ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഹരിയെക്കുറിച്ച് അന്വേഷിച്ച് പറഞ്ഞത് ഈ പള്ളിവാളുകൾ ഉണ്ടാക്കുന്ന, അമ്പലങ്ങളിലേക്ക് പള്ളിവാൾ ഉണ്ടാക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽസ് സംഭവമൊക്കെ ചെയ്യുന്ന ഒരാളാണ്. പള്ളിവാളുകൾ ചെയ്യുന്നുണ്ട്. പള്ളിവാളുകൾ ക്ഷേത്ര ആചാരവിധി പ്രകാരം അവരുടെ ഏത് കണക്കിലാണോ അത് നമ്മൾ കണക്ക് കൊള്ളിച്ച് നമ്മൾ ആ രീതിക്കുള്ള വാളുകൾ ചെയ്യുന്നുണ്ട്. ഏതൊക്കെ ക്ഷേത്രങ്ങളിലേക്ക് ചെയ്തിട്ടുണ്ട്? ഇപ്പം ഒരുപാട് ക്ഷേത്രങ്ങളിലേക്ക് ചെയ്തു. ഇപ്പോൾ ഇച്ചിരി ദൂരേക്ക് ചെയ്തേക്കുന്നത് പറഞ്ഞാൽ കർണാടകയിലേക്കാണ്. ഇതെങ്ങനെയാണ് ആളുകൾ ഇത് കേട്ടറിഞ്ഞ് വരികയാണോ അതോ? കേട്ടറിഞ്ഞും വരുന്നുണ്ട്. പിന്നെ യൂട്യൂബുകളിൽ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഉണ്ട് വല്ലതും അറിയുന്നുണ്ട്. അപ്പോൾ പൂർണ്ണമായിട്ടും സ്റ്റേജ് പ്രോഗ്രാമുകൾ ഉപേക്ഷിച്ചോ അതോ? പൂർണ്ണമായിട്ടില്ല. ചാനലിന് പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി അത്യാവശ്യം സ്ക്രിപ്റ്റുകൾ ചെയ്യുന്നുണ്ട്. ഹരി എന്തോ ഷോർട്ട് ഫിലിമൊക്കെ ഷോർട്ട് ഫിലിം 3-4 ആൽബങ്ങളോളം ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഷോർട്ട് ഫിലിമും ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെയൊക്കെ പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ ഫണ്ടൊക്കെയാണ്, ഒരു പ്രൊഡ്യൂസറോ നമുക്കില്ല. പിന്നെ നമ്മുടെ ഏറ്റവും വലിയൊരു വിജയം എന്ന് പറയുന്നത് നമുക്ക് പിന്നിലായി നിൽക്കുന്ന കുറച്ച് സുഹൃത്തുക്കളുണ്ട്. നമ്മൾ ഏത് ആവശ്യത്തിന് വിളിച്ചാലും ക്യാമറ ആയാലും നമുക്ക് വേണ്ടി നിന്ന് ക്യാമറയുടെ മുന്നിലേക്ക് വരാൻ പറ്റുന്ന കുറച്ച് ആർട്ടിസ്റ്റുകളുമുണ്ട്. അപ്പോൾ അവരൊക്കെയാണ് നമ്മുടെ ഒരു ധൈര്യം. അപ്പോൾ നമുക്ക് അത് വർക്ക് ചെയ്താലും സുരേഷ് ഡി ആയാലും മിറാമാക്സ് അജയനായാലും അജയൻ തകഴിച്ചേട്ടന്, ഇവരൊക്കെ ഉള്ളൊരു, പിന്നെ മണപ്പള്ളി സന്തോഷ്, ഇവരൊക്കെ നമ്മുടെ ഒരു ഗ്യാങ്ങിൽ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ അവരോടൊക്കെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഞങ്ങളുണ്ട് കൂടെ എന്ന് പറയാൻ പറ്റും. പക്ഷേ ഒരു പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ഒരാൾ നമുക്ക് വലുതായിട്ട് വരാത്തതുകൊണ്ട് നമ്മുടെ ആശയങ്ങളും നമ്മുടെ പദ്ധതി നിൽക്കുന്ന പ്രോജക്റ്റുകളും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം. ഹരി എത്രത്തോളം സ്റ്റേജ് പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ട്? എത്ര വർഷം ചെയ്തു? വർഷം അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നാട്ടിലെ അമേച്ചർ പ്രോഗ്രാം മുതൽ വടക്കോട്ടുള്ള എറണാകുളം ടീം, മനോജ് ചേട്ടനെ, വെളിനാട് സുരേഷ്, അങ്ങനെയുള്ള ടീമുകളുടെ അല്ല വൈക്കം മനോജ്, അനിൽ വാർണൻ ചേട്ടന്, ഇവരുടെ കൂടെയൊക്കെയുള്ള പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാരുടെ കൂടെയൊക്കെ നിൽക്കുന്നതും സഹകരിക്കാനൊക്കെയുള്ള അവസരങ്ങളും ഭാഗ്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ശരിക്കും ഈ കുലത്തൊഴിലിൻ്റെ ആ ഒരു റൂട്ടിൽ തന്നെ മുന്നോട്ട് പോകാനാണ്? അല്ല, എനിക്കിപ്പോൾ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വണ്ടിയുടെ പാച്ചും പെയിൻറ്റിൽ നിന്ന് വിട്ടിട്ട് വന്ന നമ്മളൊരു വർക്ക് വീണ്ടും പാരമ്പര്യമായി കിട്ടിയ ആ കുലത്തൊഴിൽ ചെയ്യുമ്പം നമ്മൾ പണ്ടുള്ള ആ രീതിക്ക് തന്നെ ചെയ്ത് മുന്നോട്ട് പോയ കാര്യമില്ല. അപ്പോൾ മറ്റുള്ളവർ ശ്രദ്ധിക്കത്തക്ക രീതിയിൽ തന്നെ നമ്മൾ നമ്മുടേതായിട്ടുള്ള പണിക്ക് അല്പം കൂടെ വൃത്തി കൂട്ടിയിട്ട് നമ്മളെക്കൊണ്ട് കഴിയാവുന്നതിൻ്റെ മാക്സിമം ഫിനിഷിൽ ഇറക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഇറക്കിയതിനകത്തിൽ എഫർട്ട് എടുത്തതിനകത്തിൽ നമുക്ക് നല്ല റിസൾട്ടും കിട്ടി. നമ്മളിപ്പം നമ്മുടെ ഓർഡറുകൾ തിരുവനന്തപുരം കേരളത്തിൻ്റെ പലയിടത്തേക്കും നമ്മളിപ്പോൾ ഓർഡറുകൾ കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
എന്തൊക്കെ സാധനങ്ങളാണ് ഹരി? എല്ലാം വീട്ടാവശ്യത്തിനുള്ള മൊത്തം സാധനങ്ങൾ നമ്മൾ കൊറിയർ ചെയ്യുന്നുണ്ട്. പിന്നെ വെപ്പൺസ് ആയുധങ്ങളുമായി എന്നെ ബന്ധപ്പെടാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം കിട്ടുകയില്ല, ഞാൻ ചെയ്യില്ല. വടിവാള് അല്ലെങ്കിൽ വെട്ടുകത്തി ഇതൊക്കെ ചെയ്യണമെന്ന് വടി അങ്ങനെയുള്ള വെപ്പൺസ് മോഡലിൽപ്പെട്ട ഒരു സാധനത്തിലോട് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. കാരണം പിന്നെ കളരി ആയോധന വിദ്യകൾ പഠിപ്പിക്കുന്നിടത്തേക്കാകുമ്പോൾ നമുക്ക് അതിൻ്റെ മോഡൽ മാത്രം മതി. ഇപ്പോൾ എൻ്റെ ദേഹം മുറിയുന്ന പോലെ മറ്റൊരാളുടെ ദേഹവും മുറിയുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വെപ്പൺസ് ചെയ്യുന്നതിനോട് യാതൊരുവിധ ആഗ്രഹങ്ങളും ഇല്ല. ഇപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള വർക്കുകളുണ്ട്, അത്യാവശ്യം വർക്കുകളുണ്ട്. അത് ചെയ്ത് അതുമായി മുന്നോട്ട് പോകുന്നതിനോട് താല്പര്യം. അങ്ങനെ ആയുധങ്ങൾ ആവശ്യപ്പെട്ട ആൾക്കാർ സമീപിക്കുന്നുണ്ടല്ലേ? എനിക്ക് ശല്യമായിട്ട് തോന്നി ഞാൻ അപ്പോഴേ ബ്ലോക്ക് ചെയ്യും. എനിക്ക് താല്പര്യമില്ല അതിനോട്. നിരന്തരമായിട്ട് അങ്ങനെ ആവശ്യപ്പെടുന്ന ആൾക്കാരും ഉണ്ടാകും. പിന്നെ അവരുടെ പേഴ്സണാലിറ്റി ബാധിച്ച് നമ്മളതൊന്നും പുറത്തുവിടാൻ പോകുന്നത് നമുക്ക് താല്പര്യമില്ല. നമ്മൾ വിളിക്കുമ്പോൾ തന്നെ പറയും, ചേട്ടാ അത് നിങ്ങൾക്ക് എന്താണ് ആവശ്യം, അത് നമുക്ക് വീട്ടിൽ അങ്ങനെ സൂക്ഷിക്കാം, എനിക്ക് താല്പര്യമില്ല. വീട്ടിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതിനോട് എനിക്ക് താല്പര്യമില്ലല്ലോ. കാരണം നമ്മളിത് ചെയ്യുന്നുണ്ട്, നമ്മുടേതായിട്ടുള്ള വർക്കുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പേയ്മെൻ്റ് ഉണ്ട്, അത് മാത്രം മതി എനിക്ക്. വ്യത്യസ്തമായിട്ടുള്ള വെട്ടുകത്തികൾ വെട്ടുകത്തികൾ പല മോഡൽ നമ്മൾ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ മരം കയറ്റം, വീട്ടാവശ്യങ്ങൾ, പിന്നെ അടുക്കളയിലേക്ക് മാത്രം ഉപയോഗിക്കുന്ന തീരെ ചെറിയ ടൈപ്പ് ഉണ്ട്. അത് പണ്ട് കാലങ്ങളിലെ 10-60 നിര വീടുകളിലൊക്കെ കാണാം. ഏറ്റവും ഷോർട്ടായിട്ടുള്ള വെട്ടുകത്തി ഉണ്ട്, തീരെ ചെറുത്. ആ ടൈപ്പ് മുതൽ മരം വെട്ടുന്നതിൻ്റെ എല്ലാ മോഡലുകളും വലുത് നമ്മൾ ചെയ്യുന്നുണ്ട്. എത്ര വർഷമായി ഹരി ഇത് തുടങ്ങിയിട്ട്? ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ അച്ഛൻ്റെ കൂടെ കൂടി പഠിച്ചതാണല്ലേ? അച്ഛൻ്റെ കൂടെ പഠിച്ചാണ്. വീടിനോട് ചേർന്ന് തന്നെ. ഇപ്പോൾ ഇതല്ലേ വീടിനോട് ചേർന്ന് തന്നെ ആലയായിരുന്നു. അപ്പോൾ നമ്മുടെ ഒഴിവ് സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ കളിയുള്ളത് ആലയ്ക്ക് അതിലാണ്. ചെയ്ത് പഠിച്ചതാണ്. പറഞ്ഞ് പഠിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ചെയ്ത് പഠിച്ച് നോക്കിയതാണ്. ശരിക്കും ആ പഴയ കാലഘട്ടത്തിൽ നിന്ന് എന്ത് പുതുമ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്? കാരണം ഒരുപാട് മാറ്റമുണ്ട്. പഴയ ആലയല്ല ഇപ്പോൾ ഉള്ളത്, ഇലക്ട്രിക് ഉപയോഗിക്കുന്നു. പഴയ ആലയെന്ന് പറയുമ്പോൾ നമ്മൾ തുകൽ റബ്ബറിൻ്റെ തറച്ച തുരുത്തായിരിക്കും, 3 പലകയായിരിക്കും. ആ പലകയുടെ സിസ്റ്റത്തിലാണ് ഒരു തണ്ടിലൂടെ കാറ്റ് നമ്മൾ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നതനുസരിച്ച് എയർ വരുന്നത്. അത് ആദ്യത്തെ പോലെ. പിന്നീട് കൈകൊണ്ട് 2 പേരുടെ സഹായത്തോടു കൂടി കറക്കി വലിക്കുന്ന, കയറിൻ്റെ സഹായത്തോടു കൂടി വലിക്കുന്ന ചാണ. ഇപ്പോൾ അത് മാറി മിഷ്യൻ ഗ്രൈൻഡറായി. കറക്കി കിഴിക്കുന്ന തമര് മാറ്റി ഇപ്പോൾ ഗ്രൈൻഡറാക്കി. ഇപ്പം പുതിയ നമ്മൾ വെച്ചേക്കുന്ന ഇപ്പോൾ ഒരു മോട്ടറാണ്, ബഫിങ്ങിൻ്റെ മോട്ടർ. പണ്ട് കാലങ്ങളിൽ ഇങ്ങനെ മിനുക്കിയൊന്നും വിടുന്ന പരിപാടികളൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ എല്ലാം ഒരു പാർട്ടി വന്നൊരു സാധനം എടുത്തു കഴിഞ്ഞാൽ അതിന് ഷോയും വേണം. വീടിനോടൊപ്പം തന്നെ അല്പം ഷോയും ഉണ്ടെങ്കിൽ ആ പാർട്ടിക്ക് അതിന് കാണാനൊരു രസമുള്ളൂ. കൂട്ടി കൊടുക്കണം, അപ്പോൾ മാത്രമേ അവർക്കും അതൊരു രസമുള്ളൂ. അപ്പോൾ അതെല്ലാം നമ്മുടെ പരിധിയിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യുന്നുണ്ട്, വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. വേദിയിൽ ഏതൊക്കെ ശബ്ദാനുകരണമായിരുന്നു അതോ ഫിഗറായിരുന്നു കൂടുതൽ? ഫിഗറായിരുന്നു. ഏതൊക്കെ ഫിഗറായിരുന്നു ചെയ്തിരുന്നത്? എം. എൻ. നമ്പ്യാർ മുതൽ കലാം, പിന്നീട് ചെയ്തുകൊണ്ടിരുന്ന വിനീത് ശ്രീനിവാസനാണ്. വിനീത് ശ്രീനിവാസന് രൂപം കൊണ്ട് അങ്ങനെ തന്നെയാണെന്നുള്ള രീതിയിലേക്ക് വന്നപ്പോഴത്തേന് പിന്നെ ആ ഒരു രീതിയിലേക്ക് അങ്ങ് പോയി. അപ്പോൾ അത് നല്ലൊരു മേഖലയല്ലേ മിമിക്രി വേദികൾ എന്ന് പറയുന്നത്? നിസ്സാരമല്ലല്ലോ അത്. പിന്നെ സിനിമയിലേക്കുള്ളൊരു ചവിട്ടുപടിയും കൊണ്ടാണല്ലോ. പ്രത്യേകിച്ച് ഹരി വേദികളിൽ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ഷോർട്ട് മൂവീസ് ചെയ്തിട്ടുണ്ട്. സിനിമ വല്ലതും ചെയ്തിട്ടുണ്ടോ? സിനിമ പിന്നെ പടം ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഡയലോഗ് പ്രാധാന്യമില്ലായിരുന്നു. സിനിമ പുറത്തിറങ്ങിയിട്ടില്ല. ഇപ്പം ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. പിന്നെ അതൊക്കെ ഓരോ സമയമാണ്, ഓരോരുത്തരും ഓരോ സമയങ്ങളാണ്. പിന്നെ അവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും ചെയ്യുമല്ലേ? അവസരം കിട്ടിയാൽ അതിൻ്റെ ഭാഗമായി നിൽക്കുന്നതിനോട് താല്പര്യക്കുറവൊന്നുമില്ല. പിന്നെ സാഹചര്യമാണല്ലോ ഓരോ മനുഷ്യനെ ഓരോ രീതിയിലേക്ക് കൊണ്ടുപോകുന്നത്. എല്ലാ ആഗ്രഹങ്ങളും ഉണ്ട്. വിനീത് ശ്രീനിവാസനോട് സാമ്യമുള്ള ഒരു ഫിഗറാണെന്ന് എങ്ങനെയാണ് മനസ്സിലായത്? അത് നമ്മുടെ സുഹൃത്തുക്കൾ പറയാൻ തുടങ്ങി. കാരണം അത്യാവശ്യം ഇപ്പം വീണ്ടും മുഖത്തിന് വണ്ണമായെന്ന് തോന്നുന്നു, ഷേപ്പ് മാറി. അപ്പോൾ അങ്ങനെയൊക്കെ ശ്രീനിവാസൻ്റെ ഫിഗർ ചെയ്തിരുന്നല്ലേ? തുടക്കകാലങ്ങളിൽ അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. എം. എൻ. നമ്പ്യാർ ഏതെങ്കിലും ശബ്ദം അനുകരിക്കുമായിരുന്നു ഹരി? ശബ്ദം ആ സമയത്തൊക്കെ ഒരുപാട് പേരുടെ ശബ്ദങ്ങൾ അനുകരിക്കുമായിരുന്നു. ഇപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു ശബ്ദം ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ കൊച്ചിങ്ങനെ നമുക്ക് നോക്കിയാലോ? ഒരുപാട് വർഷത്തെ ഇപ്പോൾ 5 വർഷത്തെ എക്സ്പീരിയൻസ് ഇത് കുറവുണ്ട്. കാരണം കുലത്തൊഴിൽ ചെയ്യുന്നതോടൊപ്പം ഇപ്പോഴും മനസ്സിൽ മിമിക്രിയെ സ്നേഹിക്കുന്ന, മിമിക്രി കൊണ്ടു നടക്കുന്ന ഒരു കലാകാരനാണ്. നിരവധി വേദികളിൽ നിറഞ്ഞു നിന്ന കലാകാരനാണ്. അപ്പോൾ നമുക്ക് കൊച്ചിൻ ഖനീഫയുടെ ശബ്ദം ഒന്ന് കേൾക്കാം. പിള്ളേരെ കടികാടിച്ചത് പുറത്ത് കെട്ട് കൊണ്ടുവന്നിട്ടുണ്ടേ. ഒരു കാര്യം ചെയ്താലോ, തിരുവനന്തപുരത്തേക്ക് അത് വിളിച്ചു ചോദിച്ചാലോ? തില്ല താ പോകാൻ പറഞ്ഞിട്ട് പ്രാക്ടീസ് ഇല്ല. അടിപൊളിയായിട്ടുണ്ട്. കാരണം എത്രയോ വർഷമായി, 4-5 വർഷമായിട്ട് ചെയ്യാതിരിക്കുന്നതല്ലേ? ഞാൻ 5 വർഷത്തോളമായി സ്റ്റേജുകളിൽ കയറിയിട്ട് തന്നെ. ഇപ്പോൾ ഒരു 5 വർഷത്തോളമായി. കാരണം കണ്ടിന്യൂ ഇപ്പം ഏതൊരു പണിയാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മഹേഷ് കുഞ്ഞുമോനെ പോലെയുള്ള ആൾക്കാരൊക്കെ അതുമായി ബന്ധപ്പെട്ട് നിരന്തരം പ്രാക്ടീസിലാണ്. ഒരു സെക്കൻഡ് പോലും അവർ സംഗീതം പ്രാക്ടീസ് ചെയ്യുന്ന പോലെ തന്നെ ആയിരിക്കും ഓരോ വ്യക്തികളുടെയും സൗണ്ടുകൾ ഇങ്ങനെ
അനുകരിച്ച് വേദിയിൽ കൂടുതലും ചെയ്തിരുന്ന ശബ്ദം ആരുടെയാണ്? വേദിയിലെ എൻ്റെ തുടക്കകാലത്തേക്ക് 10-40 പേരെയൊക്കെ ഞാൻ എഴുതി കൊടുക്കുമായിരുന്നു. ആദ്യകാലങ്ങളിൽ ഇവിടെ എന്നെ വളർത്തിയത് എൻ്റെ നാട്ടിൽ വെട്ടിയാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇതേപോലെ ടാർപ്പയുടെ കീഴിലാണ് ആദ്യത്തെ സ്റ്റേജ്. അതിൽ എഴുതി കൊടുക്കുമായിരുന്നു, ബുക്കിൽ എഴുതി കൊടുക്കും ഇത്ര നടന്മാർ. അത് അനൗൺസ്മെൻറ്റ് ചെയ്യാൻ ഒരാളുണ്ടാവും. ഒന്ന് കഴിയുമ്പോൾ ഇങ്ങനെ പറഞ്ഞു. നമുക്ക് 2-3 ശബ്ദങ്ങളൊന്ന് ശ്രമിച്ചു നോക്കിയാലോ? കാരണം ഇത് പൂർണ്ണമായിട്ട് വിട്ടുപോയിട്ടില്ല, ഉള്ളിലുണ്ട്. നമുക്കതൊന്ന് നോക്കിയാലോ? നോക്കാം. ജനാർദ്ദൻ്റെ ഒരു സൗണ്ടിലേക്ക് പോകുമ്പോൾ ജനാർദ്ദൻ പറഞ്ഞു, കെട്ടപ്പെട്ട് തോമച്ച, ബിസിനസ്സൊക്കെ ഇപ്പോൾ വളരെ കുറവാണ്. എസ്റ്റേറ്റിലേക്ക് പോകണം, തോട്ടത്തിലെ കാര്യങ്ങൾ നോക്കണം. ഇനിയിപ്പോൾ പുതിയതായിട്ട് ഒരുത്തരെ കൂടെ വിളിച്ചിക്കൂട്ട് നിർത്തി കഴിഞ്ഞാൽ അവരുടെ ചിലവ് ചാത്തട്ട് നോക്കണോ? എല്ലാത്തിനെ പറഞ്ഞു വിട്ടത്. ടച്ച് വിട്ടില്ല. ടച്ച് പ്രാക്ടീസിൻ്റെ കുറവ് ഞാൻ പറഞ്ഞില്ലേ. നമ്മൾ സ്ഥിരം അതുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴേ ആ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു യൂണിറ്റിലേക്ക് ചെല്ലുമ്പോഴേ ആ ഒരു രീതിയിലേക്ക് മാറി നമ്മൾ അപ്പോൾ അവൻ അത് ചെയ്ത് ഞാൻ അതിന് മേളിൽ ചെയ്യാമെന്നുള്ളൊരിത് ആ ഒരു ഭാവത്തിലേക്ക് സ്പോട്ട് ഡബ്ബിംഗ് ഒക്കെ ചെയ്യാൻ നമ്മൾ പ്രാക്ടീസിൻ്റെ കുറവുണ്ട്. ഇപ്പം ഞാൻ തന്നെ പറയാം, ഒരു സിനിമ കണ്ടിട്ട് ഒരു തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ട് എൻ്റെ 15-18 വർഷത്തിന് മേളിലായി. അതുമായി താല്പര്യപ്പെട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ നമ്മളെപ്പോഴും ആ സിനിമ മറ്റ് മേഖലകൾ കണ്ട് നിൽക്കുമ്പോൾ മാത്രമേ പുതിയതിലേക്ക് മാറുകയുള്ളൂ. അപ്പോൾ അതിനൊന്നുമുള്ള സാഹചര്യമല്ല. ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങൾ ഓരോ തരത്തിലാണ്. പിന്നെ എന്നെ പറ്റി മനോജേട്ടന അങ്ങനെയുള്ളവരൊക്കെ പറയുന്നത് സ്പോട്ടിൽ കോമഡി, അത് ഏതൊരു വിഷയം അവർ വിളിച്ച് പറയുമ്പോൾ തന്നെ നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ തന്നെ കോമഡികൾ ഒരു കൗണ്ടറിൽ നിന്ന് ഒരു കൗണ്ടറിലേക്ക് നമ്മൾ കോർത്തു കൊടുക്കും. അപ്പോൾ അവരുടെ മിക്കവാറും ഉള്ള എല്ലാ ചാനൽ പ്രോഗ്രാമുകൾക്കും മനോജേട്ടനൊക്കെ സ്കിറ്റിനൊരു ദാരിദ്ര്യം പെട്ടെന്നൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ, ഹരി എങ്ങനെയുണ്ട്, നമ്മുടെ പുതിയ ഐറ്റം ഇതാണ് ഞങ്ങളുടെ വിഷയം, നീ ഇത് ഇങ്ങനെ ഒന്ന് കൊരുത്തു തരാമെന്ന് വെച്ചാൽ നമ്മളത് പെട്ടെന്ന് ചെയ്തു കൊടുക്കും. അത് ജന്മസിദ്ധമായിട്ട് കിട്ടിയ ഒരു സാധനമല്ല. അത് ശരിക്കും ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്നതല്ലേ ഹരി നല്ലത്? കാരണം മിമിക്രി നല്ലൊരു കലയാണ്. അതിനോടൊപ്പം തന്നെ കുലത്തൊഴിലും കൊണ്ടുപോയാൽ ഒരുപാട് ആ ഒരു തലം റെഡിയായി കിട്ടില്ലേ? തലം റെഡിയായി കിട്ടും. അപ്പം വേറെ കാര്യമുണ്ട്, നമ്മുടെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, വീട്ടിലിപ്പോൾ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. അമ്മയ്ക്ക് സുഖമില്ലാത്ത ആളാണ്. അപ്പോൾ ഞാനിപ്പോൾ എവിടെ പോയാലും ഒരു 9 മണിക്ക് മുമ്പായിട്ട് നമ്മൾ വീട്ടിലെത്തും. അമ്മയ്ക്ക് ഫോണൊന്നും വിളിക്കാൻ അറിയാത്ത ഒരാളാണ്. അപ്പോൾ അമ്മയ്ക്കും വയ്യാതിരിക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ കലാകാരനാണോ കലാകാരിയാണോ എന്ന് പറഞ്ഞൊരു കാര്യമില്ല. വീട്ടിൽ നമ്മളെ നോക്കുന്ന ഒരാളിനെ കൂടെ നമ്മളും തിരിച്ചു നോക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഞാൻ കണ്ട ഏറ്റവും വലിയൊരു മാർഗ്ഗം എന്ന് പറയുമ്പോൾ വീട്ടിലിരിക്കുക, നമുക്ക് കിട്ടുന്ന പണി ചെയ്യുക. അപ്പോൾ സൗഹൃദങ്ങളിൽ ഒരു വിള്ളൽ വരുമോ ഇങ്ങനെ വീട്ടിൽ മാത്രം ഒതുങ്ങി കൂടുമ്പോൾ? സൗഹൃദങ്ങൾ ഒരുപാട് എന്നെ അടുത്തറിയാവുന്ന സൗഹൃദങ്ങളൊന്നും വിട്ടുപോയിട്ടില്ല. പക്ഷേ എങ്കിൽ തന്നെയും ചില സൗഹൃദങ്ങൾക്ക് ഗ്യാപ്പ് വീഴും. നിരന്തരം കാണാതെയും വിളിക്കാതെയും വരുമ്പോൾ ആ സൗഹൃദങ്ങൾക്ക് ഗ്യാപ്പ്. പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു 22 വർഷങ്ങൾക്ക് മുമ്പുള്ള ആൾക്കാർ പോലും എന്നെ അറിയാവുന്നവർ ഇപ്പോഴും കണക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ചില ആൾക്കാരെ നമ്മൾ മറന്നു പോകും, അവർ നമ്മളെയും മറന്നു പോകും. കാണുമ്പോൾ ഉള്ള പിന്നെ സഹകരണമായി പോകും. മറ്റേ അങ്ങനെയല്ലല്ലോ, എല്ലാ ആർട്ടിസ്റ്റുകളും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു വേദിയിൽ നിന്ന് ഒരു വേദിയിലേക്ക് പോകുമ്പോൾ ഒരു സമിതിക്കാരെ മാത്രമല്ല മറ്റൊരു സമിതിയിലുള്ള ആൾക്കാരെ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ട് സംസാരിച്ച് പോകാം. ഈ മിമിക്രിയുടെ അസോസിയേഷൻ വല്ല മെമ്പറാണോ? ഇല്ല, ഞാൻ എടുക്കണമെന്ന് വെച്ചിരുന്നതാണ്. പിന്നെ അത് നടന്നില്ല, സാഹചര്യം കൊണ്ട് നടന്നില്ല. അതിൻ്റെ പുറകിലേക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ വിട്ടു. നാദിർ ഷാക്കെ പോലെയുള്ള വളരെ സൗമ്യനായിട്ടുള്ള ആളുകളെ തിരിച്ചറിയാൻ കഴിയുന്ന സഹായിക്കുന്ന ആളുകളാണ് ഇപ്പം മായയുടെ നേതൃത്വത്തിലുള്ളത്. എപ്പോഴെങ്കിലും നാദിർ ഷാക്കെയൊക്കെ സമീപിച്ചിട്ടുണ്ടോ? എനിക്ക് മായയുടെ ഒരു മെമ്പർഷിപ്പ് വേണം, ഞാൻ കലാകാരനാണെന്ന് പറഞ്ഞിട്ട്? ഇല്ല, നമ്മുടെ മോഹൻലാലിൻ്റെ ഫിഗർ ചെയ്യുന്ന തിരുവല്ല റജിച്ചേട്ടൻ എന്ന് പറയുന്ന റജിച്ചാൻ എന്നെ വിളിച്ചിട്ട് ഇതുപോലെ കാര്യങ്ങളൊക്കെ സംസാരിച്ചായിരുന്നു. പിന്നീട് ആ ബന്ധവും ഇടയ്ക്കൊന്ന് വിട്ടുമാറി. കാരണം നമ്മൾ ഫുൾ ടൈം ഇതിലേക്ക് അങ്ങ് മാറേണ്ടി വന്നില്ലേ. പുറത്തേക്കുള്ള എല്ലാ ദിവസവും വർക്കുണ്ടല്ലേ? എല്ലാ ദിവസവും വർക്കുണ്ട്. കാരണം കൂടുതൽ ഞാൻ പറഞ്ഞല്ലേ, ഇപ്പം നമുക്ക് ഓർഡർ വർക്കുകളാണ്, പുറത്തേക്കുള്ള വർക്കുകളായിരുന്നു. ഈ പള്ളിവാളൊക്കെ ചെയ്യുമ്പോഴേ വ്രതം നിന്ന് അങ്ങനെ വ്രതം നമ്മൾ തുടങ്ങുമ്പോൾ ഉണ്ട് നിർബന്ധം. എന്നെ സംബന്ധിച്ച് എനിക്ക് നിർബന്ധമുണ്ട്. അത് പാരമ്പര്യമായിട്ട് ചെയ്ത് ആചാര അനുഷ്ഠാനത്തോടു കൂടി ചെയ്യുന്നവരും ആ ഒരു രീതിക്ക് നിൽക്കും. അപ്പോൾ നമ്മൾ ഒരു വർക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ അന്ന് മുതൽ എങ്ങനെയാണ് ഒരു പള്ളിവാൾ നിർമ്മിക്കുമ്പോൾ അതിൻ്റെ വ്രതങ്ങളുടെ ഒരു ആചാരാനുഷ്ഠാനങ്ങളെ കുറിച്ചൊന്ന് പറയാൻ പറ്റും? മത്സ്യമാംസാദികൾ വർജിക്കുക, പിന്നെ മരണ വീടുകൾ ഒഴിവാക്കുക. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ബന്ധു മരിച്ചപ്പെട്ടാൽ നമുക്ക് ഓടിയെത്താൻ പറ്റണം. അപ്പോൾ ആ ദിവസം അവിടെ അതുമായി കൊണ്ട് അത് നമ്മൾ ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമമെന്ന് ഞാൻ പറയുള്ളൂ. ശരിക്കും അമ്പലങ്ങളിലെ പൂജകൾക്ക് ഉപയോഗിക്കുന്നതല്ലേ ഇത്? അതെ, അവിടെ ക്ഷേത്ര പ്രതിഷ്ഠകൾക്കുള്ള വാളുകൾ പോലും ചെയ്തിട്ടുണ്ട്. തെക്കൻ കേരളം മുതൽ വടക്കൻ കേരളം നമ്മൾ കർണാടക വരെ എത്തി നിൽക്കുന്നു. കർണാടക വരെ എത്തിയിട്ടുണ്ട്. ഏകദേശം എത്ര രൂപയാവും ഒരു പള്ളിവാൾ നിർമ്മിക്കുക? പള്ളിവാൾ അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുമ്പം ഇപ്പോഴത്തെ കിലോ പിത്തളയുടെ വില
പിന്നെ ചില ആളുകൾ കുടുംബക്ഷേത്രങ്ങൾക്ക് വരുമ്പോൾ അതിനെ എപ്പോഴും വെളിയിലേക്ക് എടുക്കുന്നില്ല. അവിടെ പ്രതിഷ്ഠയായിരിക്കും. ആ പ്രതിഷ്ഠ വാളുകൾക്ക് മങ്ങലേക്കാതിരിക്കാൻ നമ്മളത് അവരുടെ താല്പര്യപ്രകാരം മങ്ങരുതെന്ന് പറയുമ്പോൾ നമ്മൾ ആ വാള് സ്റ്റീൽ പ്ലേറ്റ് ചെയ്യുന്നുണ്ട്. അതെല്ലാം ഇവിടെ തന്നെയാണോ ചെയ്യുന്നത്? ഇല്ല, നമ്മൾ ബഫിങ്ങിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നേരെ അടൂർ കൊടുത്തിട്ടാണ് അതിൻ്റെ സ്റ്റീൽ ഇലക്ട്രോ പ്ലേറ്റിംഗ് വർക്ക് ഇവിടെ നടത്തിയിട്ടാണ് നമ്മളത് കൊടുക്കുന്നത്. അങ്ങനെ അത്രത്തോളം മനോഹരമാക്കി കൊടുക്കുന്ന വാളുകളാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിന് ഇത്ര കാലാവധി എന്ന് വല്ലതും പറയുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, കാലാവധി വാളിനെ നമ്മൾ പ്ലേറ്റിംഗ് ചെയ്യുന്ന വാളാകുമ്പോൾ നമ്മുടെ വാഹനങ്ങളിൽ പ്ലേറ്റ് ചെയ്യുന്നതാണെങ്കിൽ പോലും എത്ര മഴയും ഇതും പിടിച്ചാലും ഒരു 4-5 വർഷം വലിയ കുഴപ്പമില്ലാതെ ഇലക്ട്രോ പ്ലേറ്റിംഗ് നിൽക്കുന്നുണ്ട്, നല്ല രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ അത് പ്രത്യേകിച്ച് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന വാൾ ഒരു 8-9 വർഷമെങ്കിലും വെള്ളവും മഴയും കേൾക്കാത്തിടത്ത് നിൽക്കുകയാണെങ്കിൽ ഒരു 8-9 വർഷത്തേക്ക് വലിയ പ്രശ്നങ്ങൾ വരികയില്ല ഇലക്ട്രോ പ്ലേറ്റിംഗ് ആകുമ്പോൾ. പിന്നെ പിത്തളയുടെ വർക്ക് ബഫ് ചെയ്തോ അല്ലെങ്കിൽ പോളിഷ് ചെയ്തോ അത് വിട്ടാലും പിത്തള ചെറുതായിട്ടൊന്ന് ഡൗൺ ആവുമെങ്കിലും പിത്തളയ്ക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല, നശിച്ചു പോവില്ല. ശരിക്കും ഈ ഒരു ജോലിയിൽ എന്ത് പുതുമ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ ഓരോ വർക്കുകളും ഇപ്പോൾ ഒരു കറുപ്പിച്ചാത്തി ആയാലും ഒരു വെട്ടുകത്തി ചെയ്യാനാണെങ്കിലും അതിനകത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന വർക്കുകളിൽ ഇച്ചിരൂടെ സ്റ്റാൻഡേർഡ്, ഇപ്പോൾ ഇന്ന് ചെയ്യുന്ന വർക്കായിരിക്കില്ല നാളെ ചെയ്യുന്നതിന് അല്പം കൂടെ മോഡൽ വരുത്താം. പിടിയലാണെങ്കിൽ പിടിയല, ഒന്നേ പിത്തളുടെ ചുറ്റിലാണ്. കാരണം ഹരി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോകളിൽ വളരെ പുതുമ നിറഞ്ഞ ആയുധങ്ങൾ എന്ന് പറയാൻ പറ്റുമല്ലേ? വീട്ടാവശ്യത്തിനുള്ള ആയുധങ്ങൾ. അത് തന്നെ. കാരണം അതിൻ്റെ ഓരോ വെട്ടുകത്തിയൊക്കെ കാണുമ്പോൾ നല്ല ഡിസൈനൊക്കെ വെച്ചിട്ട് വളരെ മറ്റുള്ളവർ ഇതുവരെ ചെയ്ത് കണ്ടിട്ടില്ലാത്തത് മിഷ്യൻ പണിയിൽ ഒരുപക്ഷെ അങ്ങനെ ചെയ്യുന്നുണ്ടാവും. ഇത്തരത്തിൽ വീടുകളിൽ ആലകളിൽ ചെയ്തെടുക്കുന്നത് പൊതുവെ കണ്ടിട്ടില്ല. ഏതൊക്കെ മേഖലകളിലേക്കുള്ളവരാണ് ഹരിയെ തേടി വരുന്നത്? കൂടുതലും നമുക്ക് വീട്ടാവശ്യത്തിനുപരി ഈ വാഴത്തോട്ടത്തിലേക്കുള്ള വാഴക്കത്തി, പിന്നെ തടിവെട്ടിൻ്റെ വെട്ടുകത്തിയാണ് ഏറ്റവും. ടാപ്പിങ്ങിനൊക്കെ വരുന്ന ടാപ്പിംഗ് അല്ല, നമ്മൾ തടി വെട്ടാൻ ഉപയോഗിക്കുന്ന കത്തി, അത് നമ്മൾ പറയുന്ന ആനക്കത്തി എന്നാണ്. പക്ഷേ ആനക്കത്തി 2 ടൈപ്പ് ഉണ്ട്. ആനക്കത്തിക്ക് പറയുന്ന ഒരു സാധനം കൂടെ ആനയുടെ നഖം വെട്ടാൻ ഉപയോഗിക്കുന്ന ഒരു കത്തിയുണ്ട്. അപ്പോൾ അത് അല്പം വലിപ്പവും വീതി കൂടുതലുമുള്ളൊരു കത്തിയാണ്. നമ്മുടെ മലപ്പുറം കത്തിയുടെയൊക്കെ ടൈപ്പിൽ തന്നെ ഇരിക്കുന്ന വീതി കൂടിയ. നമ്മൾ ഈ സിനിമയിലൊക്കെ കേട്ടുള്ളൂ മലപ്പുറം കത്തി. എന്താണ് മലപ്പുറം കത്തിയുടെ പ്രത്യേകത? മലപ്പുറം ആ ഒരു പ്രദേശത്ത് തന്നെ ചെയ്യുന്നത് കൊണ്ടാണ് അതിനൊരു ബ്രാൻഡഡ് നെയിം പോലെ അവിടെ മലപ്പുറം കത്തി എന്ന് പറയുന്നത്. അത് തന്നെയല്ല, അതിൻ്റെ താഴത്തേത് വെള്ളിയും പിന്നെ മറ്റൊരു ലോഹവും കൂടെ ചേർത്താണ് അതിൻ്റെ പിടിയുടെ മുകളിലുള്ള. പിടിയുടെ വ്യത്യസ്തത കൊണ്ടാണ് മലപ്പുറം കത്തി. മലപ്പുറം കത്തി നാടോടിക്കാറ്റ് സിനിമയിലാണ് നമ്മൾ ആദ്യമായിട്ട് മലപ്പുറം കത്തി ഇത്രയും പോപ്പുലർ ആവുന്നത്. അത് കത്തിയെക്കാട്ടിലും വലിപ്പക്കുറവായിരിക്കും പിടിക്ക്. കൈയുടെ വെള്ളക്കകത്ത് നിന്ന് പുറത്തേക്ക് പോകില്ല, അത്രേ കാണുള്ളൂ മലപ്പുറം കത്തിയുടെ പിടി എന്ന് പറയുമ്പോൾ. ബാക്കി ലീഫിൻ്റെ വലിപ്പം കൂടുതലാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതിൽ വെട്ടുകത്തി എന്ന് പറയുന്നത് നിർമ്മിച്ചിട്ടുണ്ടോ? ഇല്ല, മലപ്പുറം കത്തി അവരുടെ ബ്രാൻഡഡ് അല്ലേ. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ ചെയ്താലും അത് മലപ്പുറം കത്തി തന്നെയാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ബ്രാൻഡിൽ തന്നെ ചെയ്യുന്നുണ്ട് വെട്ടിയാർ കത്തി എന്ന് പറയുന്ന സാധനം. അപ്പോൾ അതിനിപ്പോൾ അത്യാവശ്യം ഓർഡർ ഉണ്ട്. വെട്ടിയാർ കത്തിക്ക് ഇപ്പോൾ അത്യാവശ്യം ഓർഡർ ഓടി തുടങ്ങിയിട്ടുണ്ട്. ഇത് മലപ്പുറം കത്തിയും എന്താ ആനക്കത്തി തടിക്കത്തി. മലപ്പുറം കത്തി ആനക്കത്തിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഹരിയെ സമീപിച്ചാൽ മതി. ഇല്ല, മലപ്പുറം കത്തി വേണമെങ്കിൽ മലപ്പുറത്ത് സമീപിക്കുക. ഞാൻ എൻ്റെ കത്തിയാണ് വെട്ടിയാർ കത്തി. അത് ബ്രാൻഡാണ് വെട്ടിയാർ. ഇപ്പം ഞാനിപ്പം ഇറക്കിയ സാധനമാണ് വെട്ടിയാർ കത്തിക്ക്. ഇപ്പം അത്യാവശ്യം ആളുണ്ട്. എന്താണ് പാലാക്കത്തി? പാലാക്കത്തി എന്ന് പറയുമ്പോൾ ചുണ്ട് വളഞ്ഞിരിക്കുന്ന വെട്ടുകത്തി തന്നെയാണത്. പക്ഷേ അല്പം ഹൈറ്റ് കൂടുതലായിരിക്കും, ഒറ്റപ്പിടിയായിരിക്കും. പിന്നെ ചുണ്ട് വളഞ്ഞിട്ട് നമ്മുടെ തമിഴ് സിനിമയിൽ കാണുന്ന കൊടുവാളില്ലേ, കൊടുവാളിൻ്റെ ഏറ്റവും ചെറിയ മിനിയേച്ചറാണ് ഈ പാലാക്കത്തിയുടെ ഷേപ്പ്. അപ്പോൾ അത് നമ്മൾ വീട്ടാവശ്യത്തിന് വിറകെട്ടാനും തേങ്ങ പൊതിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്. കോട്ടയം സൈഡുകളിൽ കാണുന്ന കോമൺ ആയിട്ട് ഇവിടെ ഉപയോഗിക്കുന്ന വെട്ടുകത്തിക്കാണ് അവിടെ പാലാക്കത്തി എന്ന് പറയുന്നത്. ഈ പത്രവാർത്തയിലൂടെ മാത്രം കേട്ടുള്ള സാധനമാണ് എസ്കത്തി. പണ്ടൊരു കേസുമായി ബന്ധപ്പെട്ട് എസ്കത്തി കണ്ടെടുത്തു എന്നൊക്കെ പറഞ്ഞ പത്രത്തിൽ വന്നതിന് ഒരു ചെറിയ ഓർമ്മയുണ്ട്. എസ്കത്തി എന്താണ്? എസ്കത്തി എന്ന് പറയുമ്പോൾ നമുക്ക് എസ്കത്തി എന്ന് പറയുന്ന സാധനം തന്നെ ചുരുങ്ങിയ. കാരണം കഴിഞ്ഞ ദിവസം എൻ്റെ വാട്സപ്പിലേക്ക് ഒരു പയ്യൻ, അവനൊക്കെ വയസ്സ് നമുക്ക് അവൻ്റെ DP കാണുമ്പോൾ തന്നെ അറിയാം, ഒരു കൂടി വന്നാൽ ഒരു 10-18 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ. ചേട്ടാ എസ്കത്തി പണിയുമോ? ഞാൻ അപ്പോൾ തന്നെ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. അവനൊക്കെ പഠിക്കാനാണോ പോകുന്നത്, ഇതിൻ്റെയൊക്കെ പുറകിന് പോവുകയാണോ എന്ന് നമുക്ക് തന്നെ ഇവനെ എന്ത് ഉപയോഗമായിരിക്കും അതാണ് അറിയേണ്ടത്. അതല്ല, ഇത് വേറൊന്നും കൊണ്ടല്ല ഹരി, ഇന്നത്തെ തലമുറയിലുള്ള പുതിയ കുട്ടികൾക്ക് ആത്മവിശ്വാസത്തിൻ്റെ ഒരു കുറവുണ്ട്. നമ്മൾ എന്തിനാണ് മിക്ക ഗുണ്ടകളെന്ന് പറയപ്പെടുന്ന ആളുകൾ, വഴക്കിന് പോകുന്ന ആളുകൾ എന്തിനാണ് ആയുധം സൂക്ഷിക്കുന്നത്? അവർക്ക് മനസ്സുറപ്പെന്ന് പറയുന്നത് വെറുതെയാണ്. ആയുധം കയ്യിൽ വെച്ചാൽ അവർക്കൊരു ബലമാണ്, ഒരു ധൈര്യമാണ്. ആയുധമില്ലാതെ മറ്റൊരാളെ നേരിടാനുള്ള ചങ്കുറപ്പില്ലാത്തത് കൊണ്ടാണ് ഇവർ ആയുധം സൂക്ഷിക്കുന്നത്. അതിനകത്ത് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ?
ആയുധം ഒന്നാമത്തെ കാര്യം ആയുധം ഉപയോഗിക്കാൻ അറിയാത്തവൻ ആയുധം കൊണ്ടു നടന്നു കഴിഞ്ഞാൽ സ്വയം മരിക്കുക എന്നുള്ളതേ ഉള്ളൂ. വാളെടുത്തവൻ വാളാലെന്ന് ബൈബിള് പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു മനുഷ്യനെ നമുക്ക് വിലയിരുത്താൻ പറ്റുകയില്ല. കാരണം അഭ്യാസം അറിയാവുന്നവനാണെങ്കിൽ എത്ര ആയുധം കൊണ്ട് ചെന്നാലും എതിരെ നിൽക്കുന്നവൻ അഭ്യാസം അറിയാവുന്നവനാണെങ്കിൽ അത് പിടിച്ച് മേടിച്ച് നമുക്ക് തന്നെ തരും. അപ്പോൾ കഴിവതും ഒരു വഴക്കിനോ സ്പർദ്ധയ്ക്കോ പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. രണ്ടാമത് ആയുധമായി ബന്ധപ്പെട്ട് വരുന്ന ഒരുത്തനെയും ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല, എനിക്ക് താല്പര്യമില്ല. ഹരിയെക്കുറിച്ച് അല്ലാതെ ഈ നാട്ടിൽ വന്ന് അന്വേഷിക്കുമ്പോൾ ഹരി ആർട്ട് ഡയറക്ഷനിൽ ഉണ്ടെന്ന് പറഞ്ഞു. അതായത് കലാസംവിധാന സഹായിയായിട്ട് കലാസംവിധായകനായിട്ട് ഷോർട്ട് ഫിലിമും ആൽബങ്ങളും ഒക്കെ വർക്ക് ചെയ്തിട്ടെന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഇവിടെ വീട്ടിൽ വന്നപ്പോൾ ചിത്രങ്ങൾ ഒരുപാട് വരച്ച് വെച്ചിരിക്കുന്നത്? ഞാൻ കോവിഡ് സമയത്ത് എനിക്ക് തോന്നുന്നൊരു 100-200ഓളം ചിത്രങ്ങൾ പെൻസിലിൻ്റെ തന്നെ ഷെയ്ഡ് വർക്ക് നമുക്കുണ്ട്. ഓർഡർ ചിലത് അത്യാവശ്യം അങ്ങനെയും പെൻസിലിൻ്റെ വർക്ക് വരുന്നുണ്ട്, ഓർഡർ വർക്ക് വരുന്നുണ്ട്. പെൻസിൽ സമയമുള്ളപ്പോൾ നമ്മളത് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഫേസ് ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ആർട്ട് ഇപ്പോൾ പറഞ്ഞില്ലേ നമ്മുടെ സന്തോഷ് മണപ്പള്ളി ക്യാമറമാൻ, അദ്ദേഹത്തിൻ്റെ കുറേ നിരവധി വർക്കുകൾക്ക് നമ്മളെ വിളിക്കുക. അപ്പോൾ ആ വർക്കുകൾക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള വർക്കുകളാണെങ്കിൽ നമ്മൾ അതും ചെയ്യും. അപ്പം ഇതൊരു ആർട്ടാണല്ലോ. അതെ. ഇതുമായി ബന്ധപ്പെട്ട് നിന്നാണോ ആർട്ടിലേക്ക് പോയത്? ആർട്ട് ഞാൻ തടിപ്പണി അത്യാവശ്യം ചെയ്യുമായിരുന്നു. അത്യാവശ്യം എന്ന് പറഞ്ഞാൽ അതും ദക്ഷിണ കൊടുത്ത് തന്നെ കുറച്ച് നാൾ പഠിക്കാൻ പോയി. അപ്പോൾ പിന്നെ അതിൻ്റെയും ഇതിൻ്റെയും വരപ്പിൻ്റെയും പെയിൻറ്റിങ്ങിൻ്റെയും എല്ലാം കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. സകലകലാ വല്ലഭനാണ്. അപ്പോൾ സിനിമ ചെയ്യുമെന്ന് ഇങ്ങനൊരു നിങ്ങളുടെ ഒരു സുഹൃത്ത് പറഞ്ഞറിഞ്ഞു, നിങ്ങളെ പരിചയപ്പെടുത്തിയ ഒരു സുഹൃത്ത് പറഞ്ഞു സിനിമയുടെ വഴിയിലും യാത്ര ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. എന്താണ്, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആണോ, ഡയറക്ഷൻ ആണോ, അഭിനയമാണോ, എന്താ സംഭവം? അത് ഒരു നമ്മൾ ഈ പറഞ്ഞില്ലേ സ്പോട്ടിൽ നമുക്ക് ഒരുപാട് കഥകൾ അല്ലെങ്കിൽ ചില ആശയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ നമ്മുടെ സുഹൃത്ത് ബന്ധത്തിലിരുന്നിട്ട് പറയാം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു കഥയുണ്ട്, അത് കേൾക്കുമ്പോൾ അവർക്കും പറയാൻ കൊള്ളാം നല്ല കഥ. പക്ഷേ അതിനെ ഡെവലപ്പ് ചെയ്യാനുള്ളൊരു സമയവും സാഹചര്യമോ സാമ്പത്തികമോ നമുക്ക് കിട്ടാത്തതുകൊണ്ട് അതൊരു സൈഡിൽ ഇങ്ങനെ ഒതുക്കി വെച്ചേക്കാണ്. ഇതിപ്പം ഈ ഒരു ജോലി ചെയ്യുന്നതുകൊണ്ട് അത്യാവശ്യം വീട്ടിലെ കാര്യങ്ങൾ നടന്നു പോകില്ലേ? നമ്മുടെ വീട്ടുകാര്യങ്ങൾ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനകത്തിൽ നമ്മൾ ഭയങ്കര സന്തോഷവാനാണ്. പിന്നെ ഒരു സന്തോഷം കൂടെ ഉണ്ട്, ബാനർജിയുടെ അവസാന പാട്ട് PS ബാനർജി, നാടൻപാട്ട് കലാകാരൻ PS ബാനർജിയുടെ അവസാനമായിട്ട് പാടിയ പാട്ട് എനിക്ക് വിഷ്വൽ ചെയ്യാനൊരു അവസരം കിട്ടി. ഞാൻ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അക്കാലം എന്ന് പറയുന്ന സോങ് ഞാൻ ഡയറക്റ്റ് ചെയ്തായിരുന്നു. അത് ഗോപാൽജി വള്ളികുന്നത്തിൻ്റെ ആയിരുന്നു വരികൾ. ഒരുപാട് നല്ല പാട്ടുകൾ എഴുതിയിട്ടുള്ള കലാകാരനാണ് ഗോപാൽജി വള്ളികുന്ന്. പിന്നെ വില്ലുവണ്ടിയിലേറി വന്നത് അത് പിന്നെ കേരളത്തിലൊരു വിപ്ലവം തന്നെ ഉണ്ടാക്കിയ അവരുടെ സംഘടനയുടെ തന്നെ ആയാലും സാമുദായികപരമായാലും ഒരുപാട് വിപ്ലവം ഉണ്ടാക്കിയ മാറ്റമുണ്ടാക്കിയ ഒരു ഗാനമെന്ന് തന്നെ വേണം പറയാം, വില്ലുവണ്ടി. അപ്പോൾ അത് എഴുതിയ അദ്ദേഹത്തിൻ്റെ പാട്ട് എനിക്കൊന്ന് വിഷ്വൽ ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. ഹരി പാട്ട് പാടുമോ? ഇല്ല, പാടില്ല. മിമിക്രി തന്നെയാണ്. ഏതെങ്കിലും ഒരു ശബ്ദത്തോടെ? ഇല്ല ടയേർഡെന്നല്ല, ഞാൻ അതിനിപ്പം ആ ഒരു ഇതിൽ നിൽക്കുകയല്ല, ഞാൻ ആ ഒരു മൈൻഡിൽ നിൽക്കുകയല്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ജോലിയുടെ തിരക്കുകളാണെന്നറിയാം. അപ്പോൾ ഗാർഹിക ആവശ്യത്തിനുള്ള എന്ത് ആയുധങ്ങളും ഹരി നിർമ്മിക്കും. അത് വെട്ടുകത്തിയാവട്ടെ പിച്ചാത്തിയാവട്ടെ എന്ത് തന്നെയായാലും അത് ഹരി നിർമ്മിക്കും. അതും വളരെ മനോഹരമായി നിർമ്മിക്കുന്നു. അതോടൊപ്പം പള്ളിവാളുകൾ, കൃഷി ആവശ്യത്തിനുള്ള ആയുധങ്ങൾ ഒക്കെ നിർമ്മിച്ചു കൊടുക്കുന്ന, ഇത് കണ്ടിട്ട് ആരും വടിവാളും വെട്ടുകത്തിയും ആരെ കൊല്ലാനും വെട്ടാനും ഉള്ള ആയുധങ്ങൾ നിർമ്മിച്ച് തരണമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരേണ്ടതില്ല. അത് ഹരി തുടക്കത്തിൽ തന്നെ പറഞ്ഞു, അത്തരത്തിലുള്ള ആളുകളെ അടുപ്പിക്കില്ല, അതിൻ്റെ ആവശ്യമില്ല. വളരെ ജെനുവിനായിട്ടുള്ള ആയുധങ്ങൾ ആവശ്യമുള്ളവർക്ക് ഹരിയെ സമീപിക്കാം, അത് ചെയ്തു തരും. ഒരു കലാകാരനാണ് ഹരി. ഇനി ഓണം കഴിയുമ്പോൾ ഷോർട്ട് ഫിലിമുമായിട്ട് മുന്നോട്ട് പോകുന്നു. എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ, സിനിമയിൽ വരട്ടെ. വിനീത് ശ്രീനിവാസൻ്റെ ഫിഗറുമായിട്ട് ഇനി ഞങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാമോ? കുറച്ച് കാലത്തിന് ശേഷം നമുക്ക് അതൊക്കെ ഒന്ന് ശ്രമിക്കാം. അപ്പോൾ എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ.